അമ്മയ്ക്കും ദൈവകുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് അലൻ വർഗീസ്. ഞാൻ വരുന്നത് എറണാകുളം പുതുവൈപ്പിൽ നിന്നാണ്. ഞാൻ ഒരു ജർമ്മൻ ലാംഗ്വേജ് വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 12/8/2024 ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്നില്ല. എങ്കിൽ പോലും അമ്മയുടെ പ്രാർത്ഥന കണ്ട് ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും ഞാൻ പാലിച്ചു പോന്നിരുന്നു. ആദ്യത്തെ തവണ ഞാൻ എക്സാം എഴുതി. ബാംഗ്ലൂരിലാണ് ഞാൻ എഴുതിയത്. ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് പരീക്ഷ എഴുതിയത്. ആദ്യത്തെ തവണ എനിക്ക് 3 മൊഡ്യൂൾ പാസ്സാകാനുള്ള കൃപ അമ്മ മാതാവ് നൽകി. എന്നാൽ റൈറ്റിംഗ് എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞിരുന്നില്ല. അതേ തുടർന്ന് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ടും ഞാൻ ഡൽഹിയിൽ എക്സാം എഴുതിയിട്ടും 2 മാർക്കിന് എനിക്കത് പാസ്സാകാൻ കഴിഞ്ഞില്ല. 2 മാർക്കിന് എനിക്ക് എക്സാം പോയി. അതിൽ തളരാതെ ഞാൻ ഉടമ്പടി തുടരുകയും അനുദിന ദിവ്യബലിയിലും പ്രാർത്ഥനയിലും പങ്കുചേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായി എനിക്ക് റൈറ്റിംഗ് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകാനുള്ള കൃപ ലഭിച്ചു. എക്സാം പാസ്സായി കഴിഞ്ഞ് ഞാൻ പഠിപ്പിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. ആ സമയത്ത് തന്നെ എൻ്റെ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ ആ സമയത്ത് എൻ്റെ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഒരു പുതിയ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുകയും പ്രാർത്ഥനകളെല്ലാം തുടരുകയും ചെയ്തു. ആദ്യത്തെ തവണ ഉടമ്പടി എടുത്ത എനിക്ക് എൻ്റെ വിസ റിജക്ഷൻ വരികയും അതിൽ തളരാതെ ഞാൻ പ്രാർത്ഥനയും അനുദിന ദിവ്യപ്രാർത്ഥനകളും ദിവ്യബലിയും തുടർന്നു കൊണ്ടുപോയിരുന്നു. അതിനുത്തരമായി മാതാവ് എനിക്ക് എൻ്റെ വിസ അപ്രൂവ് ആക്കി തന്നു. പക്ഷേ എനിക്ക് അഡ്മിഷൻ ഒരു ഇഷ്യൂ വന്നു. എൻ്റെ അഡ്മിഷൻ ക്യാൻസലായിപ്പോയി. 2 ദിവസം മുമ്പാണ് എൻ്റെ അഡ്മിഷൻ ക്യാൻസലായി പോയത്. ഞാൻ അമ്മയോടൊപ്പം ചോദിച്ചു, ഇനിയും അടുത്ത ഇൻടേക്കിലൊക്കെ എൻ്റെ മാറിപ്പോകൂ, അല്ലെങ്കിൽ ഇതിനേലും നല്ലത് തരാനാണോ അമ്മ ഈ മുടക്കം വരുത്തുന്നതെന്ന് ഞാൻ ചോദിച്ച് അന്ന് രാത്രി തന്നെ എനിക്ക് പുതിയൊരു കോൺട്രാക്റ്റ് വരികയും എൻ്റെ അക്കോമഡേഷനെല്ലാം ശരിയായെന്നൊരു മെയിൽ വരികയും ചെയ്തു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. പിറ്റേ ദിവസം തന്നെ എനിക്ക് ടിക്കറ്റ് വരികയും ഞാൻ ഈ വരുന്ന ചൊവ്വാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. അമ്മയോട് ചോദിച്ച ചോദ്യത്തിന് അമ്മ എനിക്ക് അത്രയും പെട്ടെന്ന് എനിക്ക് ഉത്തരം നൽകി. അതുപോലെ തന്നെ എൻ്റെ ഒപ്പം പോകാനിരുന്ന ഞങ്ങളൊരു അറൗണ്ട് ഒരു 12 പേര് പോകാനിരുന്നു. അതിൽ 3 പേര് സെയിം സ്ഥലത്ത്. പക്ഷേ എനിക്ക് മുമ്പ് ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് അറൗണ്ട് ഒരു 1,30,000 ആയി ടിക്കറ്റിന്. പക്ഷേ ആ സമയത്ത് എനിക്കായത് 81,000 രൂപയ്ക്ക് എനിക്ക് പോകാനുള്ള കൃപ ലഭിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു 1,000 നന്ദി. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആത്മീയമായി വളരെയധികം വളർച്ചയുണ്ടായി. ദിവ്യ കുർബാനയും അതുപോലെ തന്നെ അനുദിന പ്രാർത്ഥനകളും ഞാൻ കൂടുതൽ ആഴമായി പങ്കുചേരാൻ സാധിച്ചു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം വിതരണം ചെയ്യുകയും അന്യമതസ്ഥർക്കും എൻ്റെ ഇടവകയിലും പരിസര പ്രവർത്തനങ്ങളും എൻ്റെ അനുഭവം പറഞ്ഞ് ഞാൻ വിതരണം ചെയ്യുകയും ചെയ്തു. കാരണപ്രവൃത്തിയാണ് ഞാൻ ചെയ്തത്. ഞാൻ അമ്മയോട് കൂടി വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുകയും അവരോടുകൂടി സമയം ചിലവഴിക്കുകയും ചെയ്തു. അവർക്ക് ധനസഹായം നൽകുകയും ചെയ്തു. ആവശ്യപ്പെട്ടവർക്ക് ഞാനും എൻ്റെ കുടുംബവും ധനസഹായം നൽകി പോകുന്നു. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ സൗഖ്യമാണ്. അമ്മ 25 വർഷമായി കഠിനമായ മൈഗ്രെയിനും അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ ബുദ്ധിമുട്ടും അനുഭവിച്ചു പോന്നിരുന്നു. പ്രാർത്ഥനയും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെയും കൃപയാൽ അമ്മയുടെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടി. അമ്മയ്ക്കും തിരുക്കുമാരനും 1,000 നന്ദി. അതുപോലെ തന്നെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനവും കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും സ്ഥിരമായി കണ്ടുപോകുന്നു. അത് ഷെയർ ചെയ്യാറുമുണ്ട്. 2-ാം തീയതി ഞാൻ ജർമ്മനി പോവുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയ്ക്കും തിരുക്കുമാരനും 1,000 നന്ദി. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 5 മുതൽ 8 വരെ തിരുവചനങ്ങൾ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അലൻ വർഗീസ് എന്ന ഈ മകൻ
തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച 2 ദൈവാനുഭവങ്ങളെ വലിയ സന്തോഷത്തോടുകൂടി ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നു. ഒന്ന്, മകൻ്റെ ജർമ്മൻ ഭാഷാ പഠനവും വിദേശത്തേക്കുള്ള യാത്രയും അമ്മ മാതാവ് ക്രമീകരിച്ച് സുഗമമാക്കിയതിനെ, അത് വിസ്മയകരമായ സമയച്ചുരുക്കത്തിൽ മകന് അനുവദിച്ച് നൽകിയതിനെയാണ് ആദ്യ മകൻ സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത്, മകൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്ന ശാരീരികമായ രോഗാവസ്ഥകളിൽ അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്താൽ ലഭിച്ച രോഗസൗഖ്യത്തെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. മകൻ്റെ പഠന മേഖലകളിൽ മകൻ പറയുന്നുണ്ട്, ആദ്യം അമ്മയുടെ ഉടമ്പടിയോട് ചേർന്നാണ് മകൻ ജീവിച്ചും പ്രാർത്ഥിച്ചും തുടങ്ങിയത്. എന്നാൽ റൈറ്റിംഗ് മൊഡ്യൂൾ അവൻ പരാജയപ്പെടുകയും അതേറെ ക്ലേശകരമായി മാറിയപ്പോഴാണ് സ്വയം ഉടമ്പടിയെടുത്ത് അവൻ പ്രാർത്ഥിച്ചു തുടങ്ങിയതും അമ്മ മാതാവിന് സമർപ്പിച്ചതും അതിനുശേഷം എഴുതിയ പരീക്ഷ വളരെ നിസ്സാരമായി അവന് ജയിച്ചു പോരുവാൻ സാധിച്ചതും. പിന്നീട് വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സ് നടത്തുമ്പോൾ അത് ഇടക്കാലത്ത് വെച്ച് അത് റിജക്റ്റ് ആവുന്നു. അവിടെ കോളേജ് ലഭിക്കാതെ വരികയും ആകെ ഒത്തിരി നാളായുള്ള പരിശ്രമം പാതിവഴിയിൽ അവസാനിക്കുന്നത് പോലെ അനിശ്ചിതത്തിലാവുകയും ചെയ്യുന്നു. ആ നിമിഷമാണ് അവൻ വീണ്ടും അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന് ഉടമ്പടി പുതുക്കി കണ്ണീരോടുകൂടി അമ്മയുടെ കരങ്ങളിൽ തൻ്റെ ജീവിത വിഷയങ്ങൾ സമർപ്പിച്ചു പോകുന്നത്. അവൻ പറയുന്നുണ്ട്, തിരികെ ചെന്ന ദിവസം തന്നെ അന്ന് ആ ദിവസം വരെ തടസ്സമായിരുന്ന വിഷയം അമ്മ മാതാവ് ഏറ്റെടുത്ത് അവന് വിസയുടെ പ്രോസസ്സിന് തടസ്സം മാറിക്കൊടുക്കുകയും കോളേജ് ശരിയാക്കി ലഭിക്കുകയും അതിന് പ്രകാരം 2 ദിവസം കഴിഞ്ഞ് സെപ്റ്റംബർ 2-ാം തീയതി വിദേശത്ത് പോകുവാൻ പറ്റുന്ന വിധത്തിൽ ഈ ഇന്ത്യക്ക് തന്നെ അവിടെ ജോയിൻ ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ അവൻ്റെ തുടർ പഠനവും ജീവിതവും അമ്മ മാതാവ് ക്രമീകരിച്ച് അനുഗ്രഹിച്ചതിനെക്കുറിച്ച് സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ് മകൻ തൻ്റെ വിദേശത്തേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കുന്നത്. ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ആ മാസങ്ങളായി തടസ്സപ്പെട്ട് കിടന്നത് അമ്മ മാതാവ് അവനെ ക്രമീകരിച്ച് അനുഗ്രഹിക്കുകയും എല്ലാ ക്ലേശങ്ങളും മാറ്റിക്കൊടുക്കുകയും സന്തോഷത്തോടു കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ അവനെ സഹായിക്കുകയും ചെയ്യുന്നു. മകൻ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എൻ്റെ ജീവിതക്രമം ഒന്ന് മാറി. അത് അനുദിന ദിവ്യബലിയിലേക്ക് പങ്കുചേർന്നു, ശാന്തതയുടെ സ്വഭാവത്തിലേക്ക് പങ്കുചേർന്നു. കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന നന്നായി നടത്തുന്നതിന് അത് സഹായിച്ചു. അമ്മയോടൊപ്പം ചേർന്ന് കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് അതെപ്പോഴും സന്നദ്ധമായിരുന്നുവെന്ന്. ഉടമ്പടി ജീവിതം നമുക്ക് ദൈവത്തിന് വിശ്വസിക്കാനാവുന്ന മനുഷ്യരായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റുകയാണ്. ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മൾ അല്പം കൂടി അകക്കാമ്പുള്ള വ്യക്തികളായി ലോകത്തിൽ നമ്മളെ അടയാളപ്പെടുത്തുകയാണ്. അലക്ഷ്യമായല്ല ജീവിക്കുന്നത്, അലസമായല്ല ജീവിക്കുന്നത്, മറിച്ച് എൻ്റെ കർത്താവിൻ്റെ കൺമുൻപിൽ കണ്ടുകൊണ്ട് എൻ്റെ കർത്താവിൽ നിന്നും ജീവിതത്തിലേക്ക് ലഭിക്കുന്ന നന്മകളെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവിക സംരക്ഷണയിൽ ഓരോ ദിവസവും ഞാൻ മുന്നേറുന്നു. എൻ്റെ കഴിവിനാലല്ല, ദൈവകൃപയാൽ ജീവിതത്തിലേക്ക് നേടുന്നതൊക്കെയും ഞാൻ നേടുന്നുവെന്ന് തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നു എന്നതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫച്ച നമ്മളോട് പറഞ്ഞത് ആത്മാർത്ഥത എന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കണമെന്ന്. വിശ്വസ്തത എന്നത് തുടർച്ചയായി വിശ്വാസത്തിൻ്റെ തുടർച്ചയാണ് വിശ്വസ്തതയെങ്കിൽ ആത്മാർത്ഥത എന്നത് ഏതൊരു ഉത്തരവാദിത്വത്തോടും നമ്മൾ പുലർത്തുന്ന ദൈവസ്നേഹത്തോടു കൂടിയുള്ള പരിശ്രമങ്ങളാണ്. ആത്മാർത്ഥതയെക്കുറിച്ച് നന്നായി ചിന്തിക്കണം. എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, എനിക്ക് ദൈവം നൽകുന്ന ഓരോ ഇടങ്ങളിലേക്കുമുള്ള മേൽഗതികൾ, ഇതൊക്കെയും ദൈവത്തോടുള്ള എൻ്റെ ആത്മാർത്ഥത വർദ്ധിപ്പിക്കുന്നുണ്ടോ? എന്നിൽ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളോടുള്ള എൻ്റെ ആത്മാർത്ഥതയെ വർദ്ധിപ്പിക്കുന്നുണ്ടോ? ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നത് ആത്മാർത്ഥതയുള്ള ജീവിതത്തിലൂടെയാണ്. നമുക്ക് പറയുവാനാവണം, ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ എന്നെ എന്ത് ഏൽപ്പിച്ചാലും, എന്ത് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിച്ചാലും അതിനോട് 100% മനസ്സുള്ള മനുഷ്യനായി ഞാൻ ജീവിക്കുമെന്ന മോശയെപ്പോലെ, ജോഷുവയെപ്പോലെ, അബ്രഹാത്തെ പോലെ എന്തും ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ ആ ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ എൻ്റെ ജീവിതത്തെ ഞാൻ നയിക്കുമെന്ന് പറയുവാനാവണം. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ പറയുന്നത്. അമ്മയിൽ ശരണപ്പെട്ടു, യേശുവിൻ്റെ വഴികളിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി, എനിക്ക് ഇടയ്ക്ക് വെച്ച് അസാധ്യമാകുമായിരുന്ന, നഷ്ടപ്പെട്ടു പോകുമായിരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ മേൽഗതി പോലും തിരികെ പിടിച്ചു തന്ന് കൂടുതൽ ദൈവത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ എൻ്റെ അമ്മ മാതാവും ഈശോയും എന്നെ സഹായിക്കുന്നുവെന്ന്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ എല്ലാ നന്മകൾക്കും അമ്മ
ദൈവമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.